ഹായ് ഗായ്സ്, നിങ്ങൾ മീശ കണ്ടിട്ടുണ്ടോ? മീശ എന്ന് പറഞ്ഞാൽ എൻ്റെ മീശയല്ല, മീശ സിനിമ 2025 ഇറങ്ങിയ സിനിമയാണ് മീശ എന്ന് പറയുന്ന ഈ ഒരു സിനിമ. ഇതിൽ നമ്മുടെ ഷൈൻ ടോം ചാക്കോ, അതുപോലെ ഹക്കീം ഷാജഹാൻ, സുധി കോപ്പ, അതുപോലെ തമിഴിലെ ഒരു ആക്ടർ ഉണ്ട് ഖദറിന്റെ ഫസ്റ്റത്തെ ഒരു മലയാളം മൂവി കൂടിയാണ് കേട്ടോ മീശ എന്ന് പറയുന്ന ഈ ഒരു സിനിമ. ഇതിന്റെ രചനയും സംവിധാനവും ചെയ്തിട്ടുള്ളത് ജോസഫാണ്. 2025 ഈ ഒരു സിനിമ റിലീസ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഏകദേശം 2 മണിക്കൂറിന്റെ അടുത്ത് സിനിമ ഉണ്ട്, 2 സംതിങ് ഉണ്ട് സിനിമ. പക്ഷെ കുഴപ്പമില്ല, ഒരു വൺ ടൈം മൂവിയാണ് കേട്ടോ. ഭയങ്കര ഒരു എക്സ്പെക്ടേഷൻ ഒന്നും ചെയ്യരുത്. ഈ മീശ എന്നുള്ള പേരും ഈ സിനിമയും കാണുമ്പോൾ നമുക്ക് ചെറിയൊരു ഒരു ഡൗട്ട് തോന്നും. ഈ മീശ എന്നുള്ള പേരും ഈ സിനിമ തമ്മിൽ എന്താണ് ഒരു ബന്ധം, അല്ലെങ്കിൽ മീശ മുറുക്കിയിട്ടുള്ള ഇടിയോ കാര്യങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ വിചാരിക്കും. അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. മീശ എന്നാണ് ഈ സിനിമയ്ക്ക് പേരിട്ടിട്ടുള്ളത്. അത് സിനിമ കണ്ടപ്പോൾ എനിക്കും തോന്നി ഈ ഒരു സിനിമയ്ക്ക് പറ്റിയിട്ടുള്ള ഒരു പേരാണോ എന്നുള്ളത് എനിക്ക് ആദ്യം ഒന്നും തോന്നിയത്. പിന്നെ കുഴപ്പമൊന്നുമില്ല, കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു വൺ ടൈം മൂവി തന്നെയാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിന്റെ കഥ എന്ന് പറയുന്നതാണ് ഒന്നുകൂടി രസമായിട്ടുള്ളത്. അതായത് ഒരു 3 സുഹൃത്തുക്കളാണ്, നമ്മുടെ ഹക്കീം, ഖദർ, അതേപോലെ സുധി കോപ്പ. ഇവരൊരു സുഹൃത്തുക്കളാണ്. അതിൽ 2 പേര് കടപ്പുറം ഏരിയയിലുള്ള ആൾക്കാരാണ്. ഈ ഖദറും സുധിയും കടപ്പുറം ആ ഭാഗത്തുള്ള ആളാണ്. അതേപോലെ ഹക്കീമാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉയർന്ന ജാതി, ഈ ജാതി വ്യവസ്ഥ എന്നൊക്കെ പറയല്ലേ, അല്ലെങ്കിൽ ഏറ്റക്കുറച്ചിലുള്ള ആൾക്കാർ, കുറച്ച് വലിയ ആൾക്കാർ, കുറച്ച് താഴ്ന്ന ആൾക്കാർ എന്നുള്ള രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ ഇവരൊക്കെ ഒരൊറ്റ രാഷ്ട്രീയത്തിലാണ് നിൽക്കുന്നത്. ആ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഉള്ളിലുണ്ടാവുന്ന കുറച്ച് പ്രശ്നങ്ങളും കാണിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു പ്രശ്നങ്ങൾ കോളേജിലോട്ട് വരുന്ന സമയത്ത് നമ്മുടെ ഖദർ അതിനെ എതിർത്ത് വേറൊരു സംഭവം ഉണ്ടാക്കാൻ ഒരു എന്താ പറയുക, സ്വന്തമായിട്ടൊരു രൂപീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു രൂപീകരണം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് മറ്റു പാർട്ടിക്കാർ ഇവനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതിന് കൂട്ടുന്നത് നമ്മുടെ ഹക്കീമാണ്. അങ്ങനെ അവരുടെ ആ ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് പൊട്ടിപ്പോവാണ്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഇവർ വീണ്ടും ഒന്ന് ഒത്തുകൂടാൻ വേണ്ടി വരികയാണ്. ആ ഒത്തുകൂടൽ നമ്മുടെ ഹക്കീമിന്റെ മനസ്സിലൊരു പേടിയാണ്. അതായത് ഞാൻ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്ന സംഭവങ്ങൾ തിരിച്ചെന്നെ അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവം, ഒരു പേടിയൊക്കെ നമ്മുടെ ഹക്കീമിനുണ്ട്. പക്ഷെ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഇതെല്ലാം മാറുന്നുണ്ട്. അതായത് വളരെ നല്ല രീതിയിലുള്ള ഒരു ട്വിസ്റ്റൊക്കെ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ നമുക്ക് ചെറിയ രീതിയിലുള്ള ഗ്രാഫിക്സ് വർക്കും അതേപോലെ ആർട്ട് വർക്കും നമുക്ക് അത്ര ഒരു രസം തോന്നില്ല. ഗ്രാഫിക്സ് ഒക്കെ പോരാ. അതിലൂടെ കാട്ടുപോത്തിന്റെ ഒരു സീന് കാണിക്കുന്നുണ്ട്. അതേപോലെ ഒരു മാനിന്റെ സീൻ കാണിക്കുന്നുണ്ട്. മാനിനെ കണ്ടു കഴിഞ്ഞാൽ അത് എന്ത് മാനാന്നുള്ളത് നമ്മൾ അവതാറിലൊക്കെ കണ്ടപ്പോഴത്തെ മാന് പോലത്തെ ഒരു ചെറിയൊരു സാധനമാണ്. പിന്നെ ചെറിയ രീതിയിലുള്ള ഗ്രാഫിക്സ് വർക്കൊക്കെ കുഴപ്പമില്ല എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കണ്ടിരിക്കാൻ പറ്റും, വേറെ സീനുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഷൈൻ ടോം ചാക്കോന്റെ കഥാപാത്രം പറയുന്നത് അങ്ങനെ ഒരു വേട്ടക്കാരനാണ്. അതായത് കാട്ടിൽ പോയിട്ട് പറഞ്ഞ പോലെ മൃഗങ്ങളൊക്കെ വേട്ടയാടുന്ന ഒരു ക്യാരക്ടറാണ് നമ്മുടെ ഷൈൻ ടോം ചാക്കോയുടേത്. ഷൈൻ ടോം ചാക്കോ ആണെന്നുണ്ടെങ്കിൽ ഷൈൻ ടോം ചാക്കോന്റെ അപ്പൻ മരിക്കാൻ കിടക്കുന്ന ടൈമിലാണ് ഇങ്ങനൊരു സംഭവം വരുന്നത്. അതായത് നമ്മുടെ ഈ ഫ്രണ്ട്ഷിപ്പിന്റെ ബോണ്ട് വീണ്ടും സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഒരു മാനിനെ, അതായത് ഒരു മാനിനെ സെറ്റാക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രണ്ട്സുകളെല്ലാവരും കൂടുന്നു. അവർക്ക് ഈ മാനിനെ കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഷൈൻ ടോം ചാക്കോ വരുന്നത്. അതായത് അപ്പം മരിക്കാൻ വേണ്ടി കിടക്കുന്നത് ആ ഒരു അവസരത്തിൽ ഇവൻ ഈ പറഞ്ഞ പോലെ ഇവരെ സഹായിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അങ്ങനെ ഈ ഒരു പടം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു വൺ ടൈം മൂവി ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. ഭയങ്കര ഒരു എക്സ്പെക്ടേഷൻ ഒന്നും വെക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, മീശ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന മീശൊക്കെ പിടിച്ച് നല്ല ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സിനിമയായിരിക്കുന്നത്. ചെറിയ രീതിയിലുള്ള എല്ലാവരുടെ ചില ഫൈറ്റുകളൊക്കെ ഉണ്ട്. ഒരു നാടൻ നല്ല പോലത്തെ ഒരു ഫൈറ്റൊക്കെ ഉണ്ട്. ഇതിൽ മെയിനായിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രണ്ട്ഷിപ്പിൽ ഇവരെ 3 പേരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ്, അതിലുണ്ടാവുന്ന ഒരു വഞ്ചനയുണ്ട്. അതായത് ചതി, ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിൽ ഉണ്ടാവുന്ന ഒരു ചതി, അതേപോലെ രാഷ്ട്രീയത്തിൽ ഉണ്ടാവുന്നത്, അതേപോലെ നമ്മുടെ ഏറ്റക്കുറച്ചിൽ, അതായത് വലിയ ചെറിയവരെ എന്നുള്ള സംഭവങ്ങൾ, പിന്നെ അവനവൻ ചെയ്ത കർമ്മങ്ങൾ തിരിച്ചും കിട്ടുമെന്ന് പറയുന്ന ഒരു രീതിയിൽ, അങ്ങനത്തെ ഒരു രീതിയിലാണ് ഈ സിനിമ എടുത്ത് അവസാനിപ്പിച്ചിട്ടുള്ളത്. കുഴപ്പമില്ല. അതായത് നമുക്കൊരു ജസ്റ്റ് ഒരു നേരം പോകുന്നില്ല എന്നുണ്ടെങ്കിൽ കാണാൻ പറ്റുന്ന ഒരു മൂവി ആയിട്ടാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. ഭയങ്കരമായിട്ടുള്ള ഒരു എക്സ്പെക്ടേഷൻ ഒന്നും ഈ സിനിമയിൽ വെക്കരുത്. ചുമ്മാ ഒന്ന് കാണാൻ പറ്റുന്ന ഒരു മൂവി ആയിട്ട് മാത്രം നിങ്ങൾ ഇതിനെ കണ്ടാൽ മതി. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടോളൂ, കുഴപ്പമൊന്നുമില്ല. എല്ലാവരും നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ഖദറിന്റെ മലയാളം ഫസ്റ്റ് മൂവി ആണെങ്കിൽ പോലും അവന്റെ ആക്ഷൻസും ഒരു ഡബിങ്ങിന്റെ ഒക്കെ ഒന്നും വലിയ കുഴപ്പമായിട്ട് തോന്നുന്നില്ല. മലയാളം പറയുന്ന രീതിയിലൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ എല്ലാവരുടെ ആക്ഷൻ തമിഴിലും സംസാരിക്കുന്നുണ്ട്, അത് ഓക്കെയാണ്. മലയാളത്തിലോട്ട് വരുമ്പോൾ ചില സമയത്ത് അവൻ പറയുന്ന ഡയലോഗും എക്സ്പ്രഷനും ചെറിയ രീതിയിലൊരു മാറ്റം ഉണ്ടെങ്കിൽ പോലും കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ സംവിധായകൻ എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ ഒരു വട്ടം ഒന്ന് കാണാനുള്ള സിനിമയുണ്ട് മീശ എന്ന് പറയുന്ന ഈ ഒരു സിനിമ. കണ്ടവർ എന്തായാലും എനിക്ക് താഴെ കമന്റ് അറിയിക്കണം. കാണാത്തവർ ഒരു വട്ടം ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് അതിന്റെ കമന്റ്സ് ആയിട്ട് എനിക്ക് അറിയിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.